നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിചാരണ കോടതി പരിഗണിക്കും. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് പൾസർ സുനി ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിച്ച് അപേക്ഷ പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ജാമ്യവ്യവസ്ഥകൾക്ക് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെന്ന ആവശ്യം സർക്കാരിന് കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരും. ആജ്ഞ രണ്ട് കേസുകളിൽ ഇനിയും ജാമ്യം കിട്ടാനുണ്ട് പൾസർ സുനിക്ക്. പക്ഷേ പ്രധാനപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് ഇനി നിയമവഴി എന്നുള്ളതാണ്. അഭിഭാഷകരൊക്കെ പൾസർ സുനിയെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഈ കഴിഞ്ഞ 7.5 വർഷം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി ജയിലിലാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഗുരുതരമായ പിഴവാണ്. എന്തുകൊണ്ടാണ് ഇത്ര കാലം, അതായത് ഒരാൾ വിചാരണ തടവുകാരനായി 7.5 വർഷം കഴിഞ്ഞു കൂടുന്നത് എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് എന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകണമെന്ന് തന്നെ കർശനമായി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജാമ്യം കിട്ടാതിരിക്കാനുള്ള പഴുതുകളില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്. മറ്റു 2 കേസുകൾ അതായത് ജാമ്യം കിട്ടാതിരിക്കാൻ പാകത്തിനുള്ള കേസുകളല്ല എന്ന് തന്നെയാണ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തേണ്ട കേസുകളല്ല മറ്റു നിലവിലുള്ള 2 കേസുകൾ. ഒന്നൊരു മോഷണ കേസാണ്, മറ്റൊന്ന് ജയിൽ ഫോൺ ഉപയോഗിച്ചു എന്നുള്ള കേസാണ്. ഈ 2 കാര്യങ്ങളും ജാമ്യമില്ലാ വകുപ്പിൽ പെടുന്നതല്ല. പക്ഷേ ജാമ്യം കിട്ടാം. പക്ഷേ ഈ കേസിൽ, പ്രധാനപ്പെട്ട കേസിൽ, നടിയെ ആക്രമിച്ച കേസിൽ അത് വിമൻ അട്രോസിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യമില്ലാ വകുപ്പ് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് 7.5 വർഷത്തോളം കാലം, അതായത് ഒരു വലിയ ശിക്ഷാകാലത്തിന് 14 വർഷത്തിന് പകുതിയോളം അനുഭവിച്ചു കഴിഞ്ഞു. അതെങ്ങനെയാണ് വിചാരണ തടവുകാരനായ പൾസർ സുനി എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടം ഇത്രയും കാലം ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായത് ജാമ്യമില്ലാതെ എന്നുള്ളത് വിചാരണ കോടതിക്ക് മുൻപോട് സുപ്രീം കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് തന്നെയാണ് ചോദിച്ചത്. അതോടൊപ്പം തന്നെ ഇതേ കേസിൽ ഇതിന്റെ വിചാരണ അടുത്തൊന്നും തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കേസ് എന്തായാലും ഇനി നീളും. ആ ഒരു സാഹചര്യത്തിൽ പൾസർ സുനിക്ക് ജാമ്യം നൽകുക തന്നെ വേണമെന്ന് പറഞ്ഞു. അതായത് പൾസർ സുനിക്ക് ജാമ്യം നൽകണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ വിയോജിപ്പ് അറിയിച്ചിരുന്നു. സമൂഹത്തിന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് പൾസർ സുനിയുടെ ജാമ്യം മാറിയേക്കാം, അല്ലെ പൾസർ സുനിയെ പുറത്തുവിട്ടാൽ മാറിയേക്കാം എന്നൊരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന സർക്കാർ ഈ ജാമ്യ വ്യവസ്ഥയെ അല്ലെങ്കിൽ ജാമ്യം നൽകണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ജാമ്യം നൽകാതിരിക്കാനുള്ള സാഹചര്യമില്ല, ജാമ്യം നൽകുക തന്നെ വേണമെന്ന് സുപ്രീം കോടതി കർശനമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിചാരണ കോടതികൾക്ക് ജാമ്യ വ്യവസ്ഥ തീരുമാനിക്കാം. കഠിനമായ ജാമ്യ വ്യവസ്ഥകൾ വേണോ വേണ്ടയോ എന്നത് സർക്കാരിന് വിചാരണ കോടതിയോട് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ അങ്ങനെ ഒരു സജഷൻ വെക്കാമെന്നൊരു ക്ലോസ് കൂടി സുപ്രീം കോടതി അതിൽ ചേർത്തിട്ടുണ്ട്. അത് മാത്രമല്ല, 87 ദിവസം എങ്ങനെയാണ് കേസിലെ 8ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ബൈജു പൗലോസിനെ 87 ദിവസം നിരന്തരം വിസ്തരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. പൾസർ സുനിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ സർക്കാർ ഈ ഘട്ടത്തിൽ, അതായത് ഈ ബൈജു പൗലോസിനെ വിചാരണ നടത്തുന്ന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ ഈ കാര്യം എതിർത്തില്ല അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചില്ല എന്നൊരു കാര്യവും പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ 7.5 വർഷക്കാലം പൾസർ സുനിക്ക് ജാമ്യം നൽകാത്ത സാഹചര്യം രൂക്ഷ വിമർശനത്തോടു കൂടിയാണ് സുപ്രീം കോടതി ചോദിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെയാണ് പൾസർ സുനി ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ വിചാരണ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്ര കാലം ഒരാളെ വിചാരണ തടവുകാരനായി തുടരാൻ പറ്റുകയില്ല എന്ന് തന്നെ കർശനമായി കോടതി പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമാണ്, പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം സാധ്യതയുമാണ് ഏറെ ഉള്ളതെന്നാണ് രവീന്ദ്രനാണ്.